ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ല, എന്നൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ ചേച്ചിയും ഞാനും ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ട്. പക്ഷേ എവിടേക്കാണ് പോകണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. വെറുതെ മഞ്ചേരി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ കാറിന് ഞാൻ യാമിനോട് ചെങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഓരോ സ്ഥലം പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആദ്യം നമുക്ക് എണ്ണ അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എണ്ണ അടിച്ചു. പിന്നെ കുറച്ച് നേരം റോട്ടിൽ ഇങ്ങനെ നിന്ന്. അപ്പോൾ പറഞ്ഞാൽ കോട്ടക്കുന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടക്കുന്നിലേക്ക് പോയി. അവിടെ ആകുമ്പോൾ പിന്നെ യാമിക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ, എന്നാൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കോട്ടക്കുന്ന് അടുത്തായതിനെ കൊണ്ട് തന്നെ വേഗം അവിടേക്ക് പോയി. ഞങ്ങൾ നേരെ ചിൽഡ്രൻസ് പാർക്ക് കയറി. അവൾ ഇതിലാണ് കയറിയത്. അവൾക്ക് യാതൊരു കുലുക്കമില്ല. അവൾക്ക് പേടി ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചു, പക്ഷെ അവൾക്കൊരു പേടിയില്ല. പിന്നെ അത് കറങ്ങി കഴിയുന്നവരെ അവിടെ തന്നെ കുറച്ച് നേരം നിന്നു. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒന്ന് തിരി ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഭയങ്കര പേഴ്സണൽ. പിന്നെ ഞങ്ങൾ കുട്ടികൾ കയറുന്ന ട്രെയിനിൽ ഞങ്ങളും കയറി യാമീൻ്റെ കൂടെ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഞാൻ കയറിയിട്ടില്ല ഇങ്ങനെ കുട്ടികളുടെ ട്രെയിനിൽ. നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങളും കയറി. പിന്നെ അടുത്ത ലക്ഷ്യം പോപ്കോൺ വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നേരെ പോയി ഒരു പോപ്കോൺ വാങ്ങി. അപ്പോൾ അവിടുന്ന് പോപ്കോൺ വാങ്ങി ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ യാമിക്കൊരു ഡോറയും വാങ്ങി കൊടുത്തു. ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും പിടിച്ചില്ല. പിന്നെ ചേച്ചിയാണ് പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വിശപ്പ് തുടങ്ങി. പിന്നെ വേഗം പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നഹാസ് കുഴിമന്തിയിലേക്കാണ്. സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ പിന്നെ അവിടെ മിറർ കണ്ടപ്പോൾ ഞാൻ വെറുതെ വിട്ടില്ല. അവിടെ നിന്ന് ഞാൻ ഒരു സെൽഫി വീഡിയോ എടുത്തു. പിന്നെ മുകളിലായിരുന്നു AC ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി. പ്ലേറ്റും സാലഡൊക്കെ ഒരു നേരത്തെ കൊണ്ടുവച്ചു. പക്ഷേ ഫുഡ് വരാൻ കുറേ ലേറ്റായി. പിന്നെ യാമിക്ക് ഒരു പ്ലേറ്റും കിട്ടി. ഓള് ഹാപ്പിയായി. പിന്നെ കുറേ സമയത്തിന് ശേഷം ഫുഡ് വന്നു. ഞങ്ങൾ ഹണി അൽഫാമും ഏട്ടൻ ബീഫും ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവം ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പീസ് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കൈയൊക്കെ ഒന്ന് പൊള്ളി. എന്നാലും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ജ്യൂസ് വേണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു വാട്ടർമെലൺ ജ്യൂസും വാങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടി സെക്യൂരിറ്റി ഞങ്ങളെ വണ്ടി മാറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി കണ്ണേട്ടൻ അവിടെ പോയി. അങ്ങനെ അതൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.